ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിശ്വാസം, ബിലീവ്, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ ആരെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കേണ്ട, എങ്ങനത്തെ ആൾക്കാരെ വിശ്വസിക്കാം എന്നൊന്നും പൊതുവെ നമുക്ക് ആർക്കും അത്ര സുപരിചിതമായ കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരും എല്ലാവരെയും വിശ്വസിക്കുന്നവരുണ്ടാവും. ഓരോരുത്തർ ചിലരെ നല്ല ആൾക്കാരെ വിശ്വസിക്കും, അല്ലെങ്കിൽ മോശം ആൾക്കാരെ വിശ്വസിക്കും. അങ്ങനെ എന്തൊക്കെയുള്ള കാറ്റഗറിയാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ കാറ്റഗറിയിലും ഏതൊക്കെ ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അതായത് നമുക്കിപ്പോ എങ്ങനെയാണ് വിശ്വാസം എന്ന് വെച്ചാൽ ഒരാളോട് നമുക്ക് തോന്നുന്നത്. കാരണം അയാള് നമ്മൾ അപ്പൊ ആരായിക്കോട്ടെ, അവർ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെ, അവരെ പ്രവൃത്തി എങ്ങനെയാണ്, നല്ല രീതിയിലാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരാൾക്കോട് വിശ്വാസം പുലർത്തുന്നത്. അപ്പൊ അത് ഏതൊക്കെ എങ്ങനെ വരും? ഇപ്പൊ ഒരാൾ നമ്മളോട് കൂടുതലായിട്ടും സ്നേഹം കാണിക്കുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഓവറായിട്ട് ഇടവരുവോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക, ഓ ആൾക്ക് ആളുള്ള വിശ്വാസമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എങ്ങനെയാ എന്തുവാന്നൊക്കെ നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ അപ്പൊ നമുക്ക് തുടങ്ങാം. വിശ്വാസം എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പൊതുവെ നമ്മൾ ഒരാളെ വിശ്വസിച്ചു പോകും. ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള നെയ്ബർ, നാട്ടുകാർ, അവരൊക്കെ ആയിക്കോട്ടെ, ആരെയായാലും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ട്രസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, നമുക്ക് ഒരാള് നമ്മളോട് സത്യസന്ധത പുലർത്തുക, കാരണം അവർ ജെന്യൂൻ ആണ് നമുക്ക് ഫീൽ ആവും, നമുക്ക് പേഴ്സണലി തോന്നുന്നു അവർ ജെന്യൂൻ ആണ്, അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും ഒക്കെ സത്യസന്ധത ഉണ്ടെന്ന് നമുക്ക് പേഴ്സണലി ഫീൽ ആവണം. എന്നാൽ മാത്രമാണ് നമുക്ക് സത്യസന്ധമായിട്ട് അവരെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അങ്ങനത്തെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചിലപ്പം ഒരുപാട് ആൾക്കാരെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ചിലവര് നമ്മുടെ വിശ്വാസം നേടിയെടുത്ത് നമ്മൾ ചീറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് അങ്ങനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ഒരാളെ കണ്ണു അടച്ച് വിശ്വസിക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം വെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവം അതാണ്. എൻ്റെ ഒരു പാഠത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു ഇത്രയും ലൈഫ് ഇതിന് പഠിച്ച ഒരു കാര്യമാണ് ആരെയും വിശ്വസിക്കരുതെന്ന്, ട്രസ്റ്റ് ചെയ്തതെന്ന്. നമുക്ക് അത്രത്തോളം വിശ്വാസമുണ്ട്, അടുപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരാളെ വിശ്വസിക്കാൻ പറ്റുക. ഇവൻ നമ്മളുടെ ഹസ്ബൻഡിനെ പോലും നമ്മൾ കണ്ണു അടച്ച് വിശ്വസിക്കരുതെന്നാണ് എൻ്റെ ഒരു പോളിസി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഹസ്ബൻഡിനെ വിശ്വസിക്കുന്നതുകൊണ്ട് തെറ്റില്ല, അവരുടെ കള്ളത്തരങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അവർ നമ്മളോട് അവർ എന്ത് ചെയ്താലും നമ്മളോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആയിട്ട് പറയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതോ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നറിയാം. കാരണം ഒന്നാമത്തെ കാര്യം, ഫോണ്. ഓരോരുത്തരും നമുക്ക് ഫോൺ തരത്തില്ല നോക്കാനായിട്ട്. ഒരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ എത്ര ട്രൈ ചെയ്താലും ഫോൺ നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ, നീ എന്തിനാ ഇപ്പൊ എന്റെ ഫോൺ എടുക്കുന്നത്, ആ രീതിയിലുള്ള ടോക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അവർ നമുക്ക് ഫോൺ നോക്കാൻ തരുന്നുണ്ടോ, പിന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഹസ്ബൻഡ് പറയാതെ മറ്റുള്ളവര്, ഇപ്പൊ ഹസ്ബൻഡ് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയുമ്പോഴത്തേക്കും, അല്ലാത്ത രീതിയിൽ നമ്മൾ അറിയുമ്പോഴത്തേക്കും നമുക്കത് കൂടുതൽ വിഷമായിരിക്കും വരിക. നമ്മൾ വിചാരിക്കും, നമ്മുടെ ലൈഫിൽ ഇത്രയും ക്ലോസ് ആയി നിന്നിട്ടും എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. അപ്പൊ നമ്മൾ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും, ഹസ്ബൻഡ് ആയാലും ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, ആരായാലും ഇങ്ങനെ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആരായാലും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഇപ്പൊ അവർ എന്തെങ്കിലും പുറത്താണ്, വരാനായിട്ട് വൈകും എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു പറയുന്നുണ്ടോ, അവർ സത്യസന്ധത പുലർത്തുന്നുണ്ടോ, നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും അതുപോലെ കെയറിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പൊ ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും പുറത്തേക്ക് പോവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോവാണെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനോട് ചോദിച്ചിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഡീപ്ലി. ഇപ്പൊ നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് മാത്രമല്ല, അവരെ പരസ്പരം നീച്ചാൻ ആയിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. ഇപ്പൊ കള്ളം പറഞ്ഞ സ്വാഭാവികമാണ്. കാരണം വെച്ചാൽ കള്ളം പറയാത്തതായി ആരും ഇല്ല ഈ ലോകത്ത്. എന്നുവെച്ചാൽ നമ്മൾ ചെറിയ കള്ളമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതല്ല, കള്ളം പറയുന്നത് നമുക്ക് നല്ലതിന് വേണ്ടി കള്ളം പറയുകയാണെങ്കിൽ നമുക്ക് അത് ഒരിക്കലും തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് നമ്മൾ, ഇപ്പൊ ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും പരസ്പരം നമ്മൾ കള്ളം പറയാ, അങ്ങനെ ചെയ്ത കാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാ, അതൊക്കെ ലൈഫിൽ വളരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ അതുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കുക. പിന്നെ നമ്മള് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഈവൻ റിലേറ്റീവ്സ്, ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയിട്ട് പറയാ, അവർ അടുത്ത് ഞാൻ പോയില്ല, വേറെ സ്ഥലത്താ പോയുള്ളത് എന്ന് കള്ളം പറഞ്ഞിട്ട് പോവാം. അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് വിശ്വാസം ഇല്ലാന്ന് തോന്നും. കാരണം വെച്ചാൽ നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ
അവരുടെ സത്യസന്ധത എല്ലാം സത്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവരെ വിശ്വസിക്കും. ഇപ്പൊ എന്റെ ഒരു അറിവിന്ന് പഠിച്ചതെന്ന് വെച്ചാൽ ആരെയും വിശ്വസിക്കരുതെന്നാണ്. ഇപ്പൊ എനിക്ക് പേഴ്സണലി നമുക്കിപ്പോ അച്ഛൻ അമ്മ എല്ലാവരും നമുക്ക് ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആരെയും നമ്മൾ അങ്ങനെ ട്രസ്റ്റ് ചെയ്യരുത്. നമ്മൾ എല്ലാവരെയും ആദ്യം തന്നെ നമ്മൾ നിരീക്ഷിക്കുക എന്ന് വെച്ചാൽ അവരെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ. ഇപ്പൊ നമ്മുടെ അച്ഛൻ പേരൻസിനെ വിട്ടുതരും. പേരൻസ് ഒക്കെ നമ്മുടെ കൂടെ തന്നെ കാണും എപ്പോഴും. ഇപ്പൊ നമ്മളെ മൂന്നാമതൊരാള് ഇപ്പൊ അവരെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അവർ നമ്മളെ കൂടെ തന്നെ കാണുമോ, നമ്മൾ ചീറ്റ് ചെയ്യുമോ എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഒരാളെ വിശ്വസിക്കേണ്ടത്. എന്റെ സ്വഭാവം എന്താന്ന് വെച്ചാല് ഞാനിപ്പം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തില ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് മനസ്സിലായി ആരെയും അങ്ങനെ വിശ്വസിക്കില്ലെന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനെ പോലും, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒത്തിരി പേരൊന്നും ഞാൻ അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. കുറച്ച് പേരെ മാത്രമേ ഞാൻ കുറച്ച് ട്രസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് കിട്ടിയ അനുഭവം എന്താന്ന് വെച്ചാൽ ഒരാളെ ട്രസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഒരു വിശ്വാസം തകർക്കുക എന്നുള്ള രീതിയിലാണ്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് എനിക്കൊരു പാഠം കിട്ടി. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ ചെയ്യണം എന്നുള്ള ചിന്ത വന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ നിങ്ങൾ വളരെ ആലോചിച്ചും കണ്ടും വേണം ഒരാളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരാള് പൈസ ചോദിക്കാനായാലും എന്തെങ്കിലും കാര്യത്തിന് നിൽക്കുവാണെങ്കിൽ നമ്മൾ ഒരാളെ അറിഞ്ഞിരിക്കണം. അവരെങ്ങനെയാണ്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ്, അവരുടെ ക്യാരക്ടർ എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ പല പല പാഠങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ അതിലൊരു പാഠമാണ് ഞാൻ വിശ്വാസത്തിന്റെ ഇപ്പൊ ഞാൻ പറയുന്നത്. വിശ്വാസത്തിന്റെ കാര്യം ഞാൻ പഠിച്ച ഒരു പാഠമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയായാലും ട്രസ്റ്റ് ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വിശ്വാസം വേണം. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇപ്പൊ ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ സ്കൂളിലാണെങ്കിലും നമ്മളോട് എങ്ങനെ ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ, എന്താ ഒരു ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ നോക്കുക. നമ്മൾ കോളേജിലൊക്കെ ആദ്യമായിട്ട് പോവാണെങ്കിൽ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് അറിയത്തില്ല അത് എത്രത്തോളം സത്യസന്ധത പുലർത്തുമെന്ന് നമുക്ക് അറിയത്തില്ല. ചീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കുക. ഏതായാലും നമ്മൾ എല്ലാവരെയും അങ്ങ് വിശ്വസിക്കാൻ പാടില്ല. കുറച്ച് നാളത്തെ പരിചയത്തിന് ശേഷം അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരാളെ നമ്മൾ മീറ്റ് ചെയ്താല് നമുക്ക് അയാളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ ആരാ എന്താ, ഇന്ന് മീറ്റ് ചെയ്താലും നമുക്ക് ഇന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറെ നേരം നോക്കിയിരിക്കണം. എന്ന് വെച്ചാൽ നോക്കുന്നതല്ല, ഐ മീൻ നമ്മൾ കുറച്ച് നാൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് അയാളുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടെങ്കിലും ഇപ്പൊ ഒരാള് സ്വഭാവം മറച്ചു പിടിച്ച് നമ്മളോട് ഫ്രണ്ട് കാണിക്കാൻ വന്നാലോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ വന്നാലോ എന്തോ ആയാലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം യഥാർത്ഥ സ്വഭാവം, ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്തായാലും പുറത്തു വന്നിരിക്കും. അവർ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് അവര് കാണുവാണെങ്കിൽ അത് എന്തായാലും പുറത്തു വന്നിരിക്കും. അപ്പൊ നമ്മള് അതൊക്കെ നോക്കിയിട്ട് വേണം ഒരാളെ വിശ്വസിക്കാനായിട്ട്. ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ് ആയാലും ആരായാലും. ഇപ്പൊ അറിയത്തില്ല, നമുക്ക് പേരൻസിനെ നമുക്ക് വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അവര് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് പ്രശ്നം വരത്തില്ല. പക്ഷെ നമ്മള് എല്ലാവരെയും വിശ്വസിക്കരുത്. നമ്മള് നോക്കുക, നമുക്ക് പറ്റുമോ, ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവരെ വിശ്വസിക്കാതിരിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമ്മള് ശരിക്കും നമ്മൾ നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളത് വിശ്വസിക്കുക. ഓക്കെ, ഇപ്പൊ പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുക. ഓക്കെ, നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കും നല്ല വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും നമുക്കും കിട്ടുക. നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന ആരും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും അവരവരിൽ തന്നെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ആർക്കെങ്കിലും വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഓർത്ത് പറഞ്ഞേക്കാം, എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക, നമ്മളെ ട്രസ്റ്റ് ചെയ്യുക. നമ്മളാണ്, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് ഉണ്ടെങ്കിലും അത് നമ്മളാണ്. അപ്പൊ നമ്മളെ തന്നെ വിശ്വസിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ജെന്യൂൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും വിജയം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ നമുക്ക് വരുന്ന കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മൾക്കും സത്യസന്ധത പുലർത്തുമെന്ന് വിശ്വസിക്കാം. ഓക്കെ ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ വീഡിയോസ്, ടോപ്പിക്സ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. എൻ്റെ ഇമെയിൽ ആയിട്ട് നിങ്ങൾക്ക് അയക്കാൻ മതി. ഓക്കെ, കാരണം മറ്റേത് വാട്സപ്പ് നമ്പറാണ്. അപ്പൊ രണ്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാം. സോ അപ്പൊ എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.